ദിവസം സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിക്കുമെന്ന് ഉറപ്പായി. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച മറ്റന്നാളത്തെ ദേശീയ പണിമുടക്കിലും കെഎസ്ആർടിസി ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ ഓടില്ല. നാളത്തെ പണിമുടക്ക് ഒഴിവാക്കാൻ ഗതാഗത കമ്മീഷണർ സ്വകാര്യ ബസ് ഉടമകളുമായി പാലക്കാട് ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും. അനന്തു, അപ്പോൾ 2 ദിവസം ജനം നട്ടം തിരിയുമെന്ന് ഉറപ്പായി. അവസാന നിമിഷം ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? ഗതാഗത കമ്മീഷണർ പാലക്കാട് വെച്ച് നടത്തിയ ചർച്ച കൂടി പരാജയപ്പെട്ടതോടെയാണ് 2 ദിവസം ജനജീവനം സ്തംഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നത്. ബിഞ്ചു, ഇനിയിപ്പോൾ അതിനൊരു മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. നാളെ സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ 6 ആവശ്യങ്ങൾ വിദ്യാർത്ഥി കൺസെഷൻ അടക്കം തന്നെ അതിൽ വർധനവ് ഉൾപ്പെടെ വേണമെന്നും പെർമിറ്റിലടക്കം തന്നെ, അതായത് ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികളടക്കം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 6 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ പണിമുടക്കുന്നത്. എല്ലാ തരത്തിലുള്ള ബസ്സുകളും നാളെ പണിമുടക്കിന്റെ ഭാഗമാകും. സ്വാഭാവികമായും ജനജീവിതം സ്തംഭിക്കും. അതിനേക്കാൾ അപ്പുറമാണ് മറ്റന്നാളത്തെ കാര്യമെന്നത്. അതായത് സംയുക്ത ട്രേഡ് യൂണിയന്റെ പണിമുടക്കാണ്. അത് എല്ലാ തരത്തിലുള്ള ബസ്സുകളെയും കെഎസ്ആർടിസി അടക്കം തന്നെ പണിമുടക്കിനെ ബാധിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കടക്കം തന്നെ, അല്ലെങ്കിൽ ബാങ്കുകളുടെ അടക്കം തന്നെ പ്രവർത്തനം താളം തെറ്റുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ 2 ദിവസം ജനജീവിതം കേരളത്തിൽ സ്തംഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബിഞ്ചു ചോദിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു സാധ്യതയില്ല. കാരണം അതിൻ്റെ ഒരു സാധ്യത ഇന്നായിരുന്നു പാലക്കാട് വെച്ച് ഈ 6 ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ ഒരു പരിശോധന നടത്താമെന്നൊക്കെയാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞത്. അതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സംയുക്തമായ ട്രേഡ് യൂണിയനുകളുടെ അടക്കം മറ്റന്നാൾ ഒരു സമരം വരുമ്പോൾ, നാളെ ബസ് പണിമുടക്കൂടെ വരുമ്പോൾ ജനജീവിതം സ്തംഭിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി, ജൂലൈ 22 മുതൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല ബസ് പണിമുടക്കിലേക്കാണ് ബസ് ഉടമകളെ